ഹലോ എവരിബഡി, ഞാൻ ടിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബട്ടർ നാണും ഗാർലിക് നാണും. ഇത് രണ്ടും ഓവനും തന്തൂറും ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ഹോട്ടലിലെ സെയിം ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ഗീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണേലും എടുക്കാം, 2 ടേബിൾ സ്പൂൺ തൈര്. ഈ തൈരിന് അധികം പുളി വേണ്ട. ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ചെറിയ ചൂടുവെള്ളം, ഒത്തിരി ചൂട് കാണരുത്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് കുഴയ്ക്കുക. നിങ്ങൾക്ക് മുഴുവൻ മൈദ വേണമെങ്കിൽ മുഴുവൻ മൈദ എടുക്കാം, പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയും വേണേൽ അങ്ങനെ എടുക്കാം, മുഴുവൻ ഗോതമ്പ് പൊടി വേണേൽ അങ്ങനെ വേണേലും എടുക്കാം. നമ്മൾ ഈ ഗോതമ്പ് പൊടി കുഴച്ചാലും മൈദ കുഴച്ചാലും നമ്മുടെ കൈയുടെ ഈ പത്തി നമ്മൾ ഉപയോഗിക്കണം. അതിന് ശേഷം ഈ ഭാഗം കൊണ്ട് ശരിക്കും പ്രഷർ ഉപയോഗിച്ച് ഇത് കുഴയ്ക്കുക. ഇതായിട്ടുണ്ട്. ഈ ടിഫിനിലിട്ട് ഞാനിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഹാഫ് ആൻ അവറായി നമ്മുടെ ഈ മാവ് റൈസായി തുടങ്ങി. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മൈദാപ്പൊടി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതിന് കൊളോഞ്ചി എന്ന് പറയും ഹിന്ദിയിൽ. അതായത് ഇത് നമ്മുടെ സവോളയുടെ അരിയാണ്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഇടണമെന്നില്ല. ബാക്കി ഈ 2 സാധനം ഇട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ബട്ടർ. പാൻ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. ഞാനൊരു വലിയ ബോൾ എടുത്തു. മൈദപ്പൊടിയിൽ 2 വശം ഒന്ന് മുക്കി, കഴിയുന്നതും കുറച്ച് മൈദാപ്പൊടിയെ നമ്മൾ ഇതിൻ്റെ പുറത്തിടാവുള്ളൂ. ഇനി നമുക്കിതിന് ഓവൽ ഷേപ്പ് ഉണ്ടാക്കാം. കാരണം റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഒക്കെ ചെല്ലുമ്പോൾ മിക്കവാറും നമുക്ക് ഓവൽ ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഫീലിങ്ങിന് വേണ്ടി ഓവൽ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഞാനൊരു കുറച്ച് കൊളോഞ്ചി ഇടുന്നു, കുറച്ച് മല്ലിയില ഇട്ടു. ഇനി ചെറുതായിട്ട് ഇതൊന്ന് റോൾ ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നു. ഈ വശം, പുറകു വശം നമ്മൾ ശരിക്കും വെള്ളം പുരട്ടുന്നു. അതിനുശേഷം നമ്മൾ ഈ ചൂടായ തവയിലേക്ക് ഇടുന്നു. നോൺ സ്റ്റിക്ക് തവ ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ തവയായിരിക്കണം. ഗ്യാസ് നമ്മുടെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ്. ഇതാകുമ്പം പതുക്കെ 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 എല്ലാ സ്ഥലത്തും കൊമള വരാൻ തുടങ്ങും. ഇങ്ങനെ കൊമള വരാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് വെന്ത് തുടങ്ങുന്നു എന്നാണ്. ഇതായിട്ടുണ്ട്. ഇതിന് ശേഷം ഈ തവ ഇങ്ങനെ ഉരുട്ടയായിട്ട് പിടിച്ചുകൊണ്ടിട്ട് ഡയറക്റ്റ് ഹീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നു. നമ്മളിങ്ങനെ കമത്തുമ്പം ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി ധനിയാപ്പത്തൊക്കെ പോയെന്നിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട, നോ ഇഷ്യൂ. ഇച്ചിരി കൂടെ ആകാനുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇതായിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുന്നു, ഇതിൻ്റെ പുറത്ത് വെക്കുന്നു. ഒരു സ്വല്പം
ബട്ടർ ഇതിൽ തേക്കുന്നു. ഇനി നമുക്ക് ഗാർലിക് നാൻ ഉണ്ടാക്കാം. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിട്ടു, സ്വല്പം കൊളഞ്ചി ഇട്ടു, സ്വല്പം മല്ലിയില ഇട്ടു. ഇനി നമ്മൾ ഒന്ന് റോൾ ചെയ്യുന്നു ഇതിൻ്റെ മുകളിൽ കൂടി. ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുന്നു. ശരിക്കും നമ്മളിതിൽ വെള്ളം പുരട്ടുന്നു. അതിനുശേഷം ഈ ചൂടുള്ള തവയിലേക്ക് ഇടുന്നു. കുമ്പളകൾ വന്നു. നമ്മുടെ ഗാർലിക് നാനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടായിട്ട് പിടിച്ച് ഇത് വേവിച്ചെടുക്കാം. ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് കേസറോളി വെച്ച് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു സുഖമില്ല. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് ലൈവായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം. ഇതുമായിട്ടുണ്ട്. നമ്മുടെ 2 ബട്ടർ നാനും 1 ഗാർലിക് നാനും തയ്യാറായിട്ടുണ്ട്. ഇത് കൂടുതൽ കഴിക്കാൻ ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേന് സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ ബട്ടർ നാനും ഗാർലിക് നാനും തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ നാനിൻ്റെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.